നമസ്കാരം, ഞാൻ അഖിലേഷ് ചന്ദ്രസേനൻ. നമ്മുടെ ഈ 21ാം നൂറ്റാണ്ടിൽ ഒരുപാട് തരത്തിലുള്ള ദുർമന്ത്രവാദങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. കഴിഞ്ഞൊരു വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ജിന്നുമ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വലിയ വ്യവസായിയെ പറ്റിക്കുകയും അദ്ദേഹത്തിനെ തലക്കടിച്ച് കൊല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു രണ്ട് സ്ത്രീകളെ ദുർമന്ത്രവാദത്തിൻ്റെ പേരിൽ വിളിച്ചു വരുത്തുകയും അവരെ കെട്ടിയിട്ടതിന് ശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയും അതിനുശേഷം ആ ഒരു ബോഡിയിലൂടെ ഉണ്ടായിരുന്ന മാംസങ്ങളും പല അവയവങ്ങളും വേവിച്ച് കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതും അതൊരു വലിയ കേസായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചർച്ചയൊക്കെ ചെയ്യുന്ന നമ്മുടെ ഈ കേരളത്തിൽ വീണ്ടും അതുപോലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുന്ന ഒരു കൊലപാതകമാണോ അതോ മരണപ്പെട്ടതാണോ അതോ സ്വയം സമാധിയായതാണോ ഒന്നും വ്യക്തമാവാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതെ, ഗോപൻ സ്വാമി, നെയ്യാറ്റിൻകരയിലുള്ള ഗോപൻ സ്വാമിയെക്കുറിച്ചാണ്. ഇദ്ദേഹം ചെറുപ്രായത്തിൽ തന്നെ പോർട്ടറായിട്ട് അതുപോലെ തന്നെ കൂലിപ്പണി അതുപോലെ ചുമട്ടുതൊഴിലാളി അങ്ങനെയുള്ള ജോലികളൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. അതിനുശേഷമായിരുന്നു ഈ നെയ്യാറ്റിൻകരയിലോട്ട് വരുന്നതും അതിനുശേഷം അവിടെയും ഒരുപാട് ഈ ഇതേപോലുള്ള ചുമട്ടുതൊഴിലും അതുപോലെ തന്നെ ചെറിയ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിനൊരു തോന്നൽ വരികയാണ്, ഞാനിനി ദൈവ രീതിയിലൊക്കെ പോവുകയാണ്, ദൈവത്തിന് വേണ്ടി ജീവിതം മാറ്റിവെക്കണം എന്നൊക്കെയുള്ള രീതിയിൽ പോവുകയാണ്. അങ്ങനെ അദ്ദേഹം ഒരു മഠത്തിൽ പോയി പൂജകളും കാര്യങ്ങളും എല്ലാം പഠിക്കുകയാണ്. പഠിച്ചതിന് ശേഷം ഈ ഒരു സ്ഥലത്ത് ഒരു ചെറിയ അമ്പലം പണിയുകയാണ്. നാട്ടുകാരുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടി തന്നെ ആയിരുന്നു അവിടെ ഒരു ശിവക്ഷേത്രം പണിയുന്നത്. അങ്ങനെ അതിനു വേണ്ടിയുള്ള ഫണ്ടുകളെല്ലാം നാട്ടുകാരുടെ നിന്നൊക്കെ ആയിരുന്നു കളക്ട് ചെയ്തിരുന്നത്. അങ്ങനെ ക്ഷേത്രങ്ങൾക്ക് പണിത് കുറച്ചൊക്കെ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് സംഭാവനകളൊക്കെ കിട്ടാൻ തുടങ്ങി. ആ കിട്ടാൻ തുടങ്ങിയതിനു ശേഷം നാട്ടുകാർ പോലും അതിൻ്റെ ഈ ചെലവ് വരവ് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ചോദിക്കാൻ തുടങ്ങിയ സമയത്ത് ഒരു ചെറിയ സംഘർഷവും അതുപോലെ തന്നെ ആ ഒരു കണക്ക് കൊടുക്കാനെല്ലാം വളരെ ബുദ്ധിമുട്ടൊക്കെ കാണിക്കുകയാണ്. അങ്ങനെ നാട്ടുകാരുമായിട്ടും സ്വരച്ചേർച്ചയൊന്നും ഇല്ലാത്ത രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അമ്പലം തുറക്കാൻ പറ്റാത്ത രീതിയിൽ കുറച്ച് നാളായിട്ട് അടഞ്ഞു കിടക്കുന്നത്. അങ്ങനെ അന്വേഷിക്കുന്ന സമയത്താണ് പറയുന്നത്, ഈ ഗോപൻ എന്ന് പറയുന്ന ഈ പൂജാരി സുഖമില്ലാതെ കിടക്കുകയാണെന്നും അദ്ദേഹത്തിന് പൂജകൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണെന്നും താമസിക്കാതെ തന്നെ റെഡിയാവും, അതിനുശേഷം അമ്പലം തുറക്കുകയും പൂജകളൊക്കെ നടത്തുകയൊക്കെ ചെയ്യുമെന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം ഒരു സുപ്രഭാതത്തിൽ കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരമാകുമ്പോൾ ഒരു പോസ്റ്റർ ആ ഒരു പരിസരത്തൊക്കെ പതിയുകയാണ്, സ്വാമി ഗോപൻ സമാധിയായിരിക്കുകയാണ്. അങ്ങനെ ഒരു പോസ്റ്റർ, 72 വയസ്സ് അങ്ങനെയൊക്കെയാണ് തെളിഞ്ഞിരുന്നത്. പക്ഷേ ഈ ഒരു നാട്ടുകാരെല്ലാം അതിശയിക്കുകയാണ്. കാരണം ആ ഒരു വീട്ടിൽ ഒരു മരണം നടന്നതോ അതുപോലെ തന്നെ ഒരു ഈ മരിച്ചു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന ഈ ആചാരങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ മരണാന്തര ചടങ്ങുകൾ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടന്നതായിട്ട് ആ ഒരു വീട്ടിൽ ആരും തന്നെ അറിഞ്ഞിരുന്നില്ല. തൊട്ട് അയൽപക്കക്കാർ പോലും അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ഒരു ചെറിയ സംശയം തോന്നിയത് കാരണം തൊട്ട് അയൽപക്കക്കാർ ഒരു കേസ് കൊടുക്കുകയാണ്, ഇതേപോലെ ഗോപൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മിസ്സിംഗ് ആണെന്നുള്ള രീതിയിൽ. അങ്ങനെ പോലീസ് അവിടെ അന്വേഷിച്ച് വരുന്ന സമയത്താണ് അവിടെ ഒരു ഈ സമാധിയൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്ന പോലൊരു ഒരു കോൺക്രീറ്റ് കൊണ്ട് ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണുന്നത്. അങ്ങനെ ആ ഒരു കേസൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ അത് പൊളിച്ചു നോക്കി അന്വേഷണം നടത്തണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തുകയാണ്. പക്ഷേ ഈ ഒരു വീട്ടുകാർ അത് വലിയ രീതിയിൽ തന്നെ അതിനെ എതിർക്കുകയാണ്. കാരണം അതൊരു സമാധിയാണ്, അത് ദൈവമാണ്, ആ ഒരു സ്ഥാനത്തെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, തൊട്ട് അശുദ്ധിയാക്കാൻ പറ്റത്തില്ല, അവിടെ പൊളിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലൊക്കെയാണ്. പക്ഷെ പോലീസിന് വലിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം 3 പേരെയും ചോദ്യം ചെയ്യുന്ന സമയത്ത് ഈ ഗോപൻ സ്വാമിയുടെ ഭാര്യയെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഒരു കാര്യവും, അതുപോലെ തന്നെ മൂത്ത മകനെ ചോദ്യം ചെയ്യുമ്പോൾ വേറൊരു രീതിയും, ഇളയ മകനെ ചോദ്യം ചെയ്യുമ്പോൾ വേറൊരു രീതിയും ഒക്കെ ആയിരുന്നു ഇവരുടെ മൊഴികൾ ഉണ്ടായിരുന്നത്. ഈ മകൻ പറഞ്ഞിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രാവിലെ ആയപ്പോൾ അച്ഛൻ വന്ന് പറയുകയാണ്, ഇതേപോലെ ഞാൻ സമാധിയാവാൻ സമയമായിരിക്കുകയാണ്. ഒരുപാട് നാളുകൾ കൊണ്ടേ പറയുന്നുണ്ട് എനിക്ക് സമാധി ഇരിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷെ ആദ്യമൊക്കെ തമാശ എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിരുന്നതെങ്കിലും അന്നേ ദിവസം അച്ഛൻ വളരെ സീരിയസ് ആയിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. അതിനുവേണ്ടി അന്നേ ദിവസം രാവിലെ ഷുഗറിനുള്ള ഗുളികയും പ്രഷറിനുള്ള ഗുളികയും എല്ലാം കഴിച്ചതിന് ശേഷം, ഒരാൾ സമാധിയാവാൻ പോകുന്നതിന് മുമ്പിട്ട് എന്തിനാണ് പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയൊക്കെ ഗുളിക കഴിക്കുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അതുപോലെ തന്നെ ആഹാരം കഴിച്ചതിന് ശേഷം ആ ഒരു സ്ഥലത്തോട്ട് പോവുകയും, അതുമാത്രമല്ല അവിടെ ഒരാൾ മാത്രമേ വരാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു പൂജാകർമ്മങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം മകൻ്റെ തലയിൽ തൊട്ട് അനുഗ്രഹിക്കുകയും അതിനുശേഷം സ്വയം ജീവൻ വെടിയുകയും ചെയ്യുകയായിരുന്നു എന്നായിരുന്നു മകൻ്റേത്. ആ ഒരു കാര്യത്തിൽ എങ്ങനെ ജീവൻ വെടിഞ്ഞു, എങ്ങനെ മരിച്ചു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് നാഡിയിൽ ഉണ്ടായിരുന്ന സ്പന്ദനങ്ങളൊന്നും നിലച്ചു പോയിരുന്നു. അതുപോലെ തന്നെ ഞാനൊരു പൂജാരിയാണ്, ആത്മാവ്
ഈ ഒരു ശിലയിലോട്ട് കയറുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെയുള്ളൊരു കാര്യമായിരുന്നു. അതൊരു ഡോക്ടറെ കൊണ്ട് ചെക്ക് ചെയ്തോ എന്ന് ചോദിച്ചോ പറയുന്നത് ഒരു ഡോക്ടറെ കൊണ്ട് ശരീരം തൊടാനോ കളങ്കപ്പെടുത്താനോ സാധിക്കത്തില്ല. അതുമാത്രമല്ല സമാധിയാവുന്ന സമയത്ത് ഒരാൾ മാത്രമേ അവിടെ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു കാര്യം അവിടെ പറയുന്നുണ്ട്. നോക്കുക, ഒരാൾ മാത്രമേ അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ, വേറൊരാരും അവിടെ ഉണ്ടാകാൻ പാടില്ല എന്നായിരുന്നു മൂത്തമ്മൻ പറഞ്ഞിരുന്നത്. ഈ അമ്മയെ ചോദ്യം ചെയ്യുന്ന സമയത്ത്, അതായത് ആ ഒരു ഗോപൻ സ്വാമിയുടെ ഭാര്യയെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞിരുന്നത്, ഞാൻ ആ ഒരു സ്ഥലത്ത് പോവുകയും പോയതിനു ശേഷം ഈ ഒരു ശരീരത്തിൽ തൊട്ട് നോക്കുന്ന സമയത്ത് അവിടെ ആ ഒരു ശരീരത്തിൽ ചൂടുണ്ടായിരുന്നു. അന്നേരം മോനോട് ചോദിച്ചു, ചൂടുണ്ടല്ലോ, മരിച്ചിട്ടുണ്ടെങ്കിൽ ചൂട് എങ്ങനെ വരുന്നത്? അന്നേരം മോൻ ഇതേപോലെ പറയുന്നുണ്ടായിരുന്നു, ഇന്നതുപോലെയൊക്കെയാണ്. അങ്ങനെ എന്നെ കൺവിൻസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇതേപോലെ അദ്ദേഹം സമാധിയായിട്ടുണ്ട് എന്നൊക്കെ. അവിടെ തന്നെ ഒരു വൈരുദ്ധ്യമായിരുന്നു രണ്ടുപേരുടെ മൊഴിയിലുണ്ടായിരുന്നത്. അങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് പോലീസ് അത് പൊളിച്ച് നീക്കി എന്താണ് സംഭവിച്ചതെന്ന് അറിയാവുന്നത്. കാരണം നമ്മുടെ ഈ നാട്ടിൽ ഒരാൾ മരണപ്പെടുക എന്നുള്ളത്, ആ ഒരു മരണപ്പെട്ട് എന്നുള്ളത് നിശ്ചയിക്കുന്നത് ഡോക്ടർമാരാണ്. അതുപോലെങ്കിൽ ഒരു മെഡിക്കൽ ബോർഡായിരിക്കും തീരുമാനിക്കുന്നത്. അല്ലാതെ സാധാരണപ്പെട്ട നമ്മൾക്കൊന്നും അത് പോയി അന്വേഷിക്കാനോ അല്ലെങ്കിൽ നമുക്കതിനൊരു ഉറപ്പ് കൊടുക്കാനോ ഒന്നും പറ്റത്തില്ല. നമ്മുടെ ഈ നാട്ടിൽ എല്ലാവർക്കും അവരുടേതായ വിശ്വാസങ്ങളും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു വിശ്വാസങ്ങളെല്ലാം നിയമത്തിൻ്റെ അടിയിൽ നിന്ന് അല്ലെങ്കിൽ നിയമത്തിന് അനുസൃതമായിട്ടുള്ള രീതിയിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ഒരു കല്ലറ പൊളിച്ച് നീക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇവർ വലിയൊരു പ്രൊട്ടസ്റ്റ് അവിടെ നടത്തുകയാണ്. ഇത് പൊളിക്കുകയാണെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യും എന്നൊക്കെയുള്ള രീതിയിൽ പോലീസ് പോലും എന്ത് ചെയ്യണമെന്നുള്ളൊരവസ്ഥയിലായിട്ട് മാറുകയായിരുന്നു. അതിനുശേഷം അവിടെ സബ് കളക്ടർ എത്തുകയും സബ് കളക്ടറും ഇത് പൊളിച്ച് നീക്കാനുള്ളൊരു ഓർഡർ കൊടുക്കുകയാണ്. പക്ഷേ ഇവർ വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റുകൾ കാര്യം. അതുപോലെ മാത്രമല്ല, നമ്മുടെ ഈ ഒരു സാക്ഷര കേരളത്തിൽ ഇതിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആളുകൾ മുമ്പോട്ട് വരികയാണ്. അവരുടെ വിശ്വാസങ്ങളെ ലംഘിക്കാൻ പറ്റത്തില്ല. ഇപ്പം നമ്മുടെ ഒരു നാട്ടിൽ കാണുന്നൊരു കാര്യമാണ് വിശ്വാസത്തെ മുൻനിർത്തിക്കൊണ്ട് പലതിനെയും തടയുക എന്നുള്ളത്. അതൊരു നമ്മുടെ ഒരു നിയമത്തിന് അത് വളരെ എതിരായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ നമ്മുടെ നിയമങ്ങളിൽ നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ തരുന്നുണ്ട്. സ്വാതന്ത്ര്യം മീൻസ് നമുക്ക് എന്തിനെ വിശ്വസിക്കാം, ഏതൊരു മതത്തെ ഏതൊരു ആചാരത്തെ വിശ്വസിക്കാൻ പറ്റും. അതിൽ നിന്നുള്ള, അതായത് നമ്മുടെ നിയമത്തിൽ നിന്നുള്ള കാര്യങ്ങൾ, അത് മീൻസ് മറ്റുള്ളവരെ ഉപദ്രവിക്കുക, അതുപോലെ മറ്റുള്ളവർക്ക് ദോഷം വരുന്ന രീതിയിൽ, അതായത് ശാരീരികമായോ മാനസികമായോ ഉപദ്രവം വരുന്ന രീതിയിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്ത രീതിയിൽ അവർക്ക് എന്തും വിശ്വസിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മുടെ നിയമങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അതുപോലെ തന്നെ ഒരു വീട്ടിൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു വീട്ടിലുള്ളവരുടെ മാത്രം ഉത്തരവാദിത്തമല്ല, അതൊരു സ്റ്റേറ്റിൻ്റെ തന്നെ ഉത്തരവാദിത്തമാണ്. അതൊരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു നിയമത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്തിനും അന്വേഷിക്കണം എന്നുള്ളൊരു കാര്യമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇന്ത്യയിൽ ആ ഒരു നിയമമുണ്ട്. ആ നിയമം പറയുന്നത് ഒരു ആൾ ജനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മരണപ്പെടുന്നെങ്കിൽ ആ ഒരു മരണപ്പെടുന്നതിൻ്റെ കാരണം പോലും നമ്മുടെ ഗവൺമെൻറ്റിന് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഗവൺമെൻറ് സർട്ടിഫൈ ചെയ്താൽ മാത്രമേ അത് ശരിയാകത്തുള്ളൂ എന്നുള്ള രീതി തന്നെയാണ്. കാരണം അതിൽ നിന്ന് അങ്ങനെ വേണം നമ്മൾ, കാരണം നമ്മുടെ സ്വത്തിനും അതുപോലെ തന്നെ നമ്മുടെ ജീവനും എല്ലാം സുരക്ഷിതത്വം തരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഗവൺമെൻറ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ വളരെ പ്രൊട്ടസ്റ്റുകൾ നടത്തുകയും അതുപോലെ തന്നെ ഇവർ കോടതിയിലോട്ട് പോവുകയാണ്. ഈ ഒരു കാര്യങ്ങൾ നിലനിർത്താൻ പറ്റത്തില്ല, ഇത് പൊളിച്ച് നീക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലൊക്കെ. പക്ഷേ കോടതിയിൽ ചെല്ലുമ്പോൾ ആദ്യം തന്നെ അവിടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ ഒരു വ്യക്തി മരിച്ചിട്ടുണ്ടെങ്കിൽ ആ മരിച്ചിട്ടുണ്ടെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് തരാൻ പറയുകയാണ്. അവിടാണ് അവർക്ക് പാളുന്നത്. അവിടെ ആ ചോദ്യത്തിന് അവർക്ക് കൊടുക്കാൻ ഉത്തരമില്ല, ഞങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ്. കാരണം ഇവർ ഡോക്ടറെ കൊണ്ട് പരിശോധിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, മറ്റൊരാളെ കൊണ്ട് പരിശോധിച്ചിട്ടില്ല. അവർ സ്വയം പറയുകയാണ് മരിച്ചിട്ടുണ്ട്, ഇതേപോലെ സമാധിയായിട്ടുണ്ട്, ജീവനോടെ സമാധിയായി എന്നുള്ള രീതിക്ക് തന്നെയാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഒരാളെ ജീവനോടെ കല്ലറയിൽ സൂക്ഷിക്കാനോ അതിനൊന്നും ഉള്ളൊരു നിയമങ്ങളും നമ്മുടെ രാജ്യത്തില്ല. ആ ഒരു രാജ്യത്താണ് ഇങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഡ്ഢിത്തരങ്ങൾ നടക്കുന്ന സമയത്ത് കോടതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ കോടതി ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിൻ്റെ പേരിലാണ് പോലീസിനെയും അതുപോലുള്ള നിയമങ്ങളെയൊക്കെ തടയാൻ പോകുന്നത്? അങ്ങനെ കോടതി പറയാതെ പറഞ്ഞിരിക്കുകയാണ്, ഇത് പൊളിച്ച് അന്വേഷിച്ച് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കണം എന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർക്കത് തുറന്നു കൊടുക്കേ പറ്റത്തുള്ളൂ എന്നുള്ളൊരവസ്ഥയിലാണ്. ഗവൺമെൻറ്റും അങ്ങനെ ഒരു തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത്. വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇവരെ, ഈ അമ്മയും മക്കളെയും കരുതൽ തടങ്കിൽ നിർത്തിക്കൊണ്ട് തന്നെ ഏത് പൊളിച്ച് നീക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ്, പൊളിച്ച് അന്വേഷിക്കാം എന്നുള്ള രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. നമ്മുടെ ഈ രാജ്യത്ത് ഇത്രത്തോളം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, നമ്മുടെ ഈ സംസ്ഥാനത്ത് ഇത്രത്തോളം ദുർമന്ത്രവാദങ്ങളും കാര്യങ്ങളും വെച്ച് ഒരുപാട് മരണങ്ങളും കൊലപാതകങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിനു വേണ്ടി ഒരു പ്രത്യേക നിയമനിർമ്മാണങ്ങളൊന്നും ഇതുവരെയും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഒരുപാട് ബില്ലുകൾ പാസ്സാക്കാൻ വേണ്ടി നിയമസഭയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും
അതിപ്പോഴും ഫ്രീസ് ചെയ്ത് മാറ്റി വെച്ചേക്കുകയാണ്. അതൊന്നും മുമ്പോട്ട് കൊണ്ടുവരുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവന്നാൽ മാത്രമേ ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ അവർ അറുതി വരുത്തത്തുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് സ്വാമിമാർ ഇനിയും ഇങ്ങനെയൊക്കെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ ഇതിൻ്റെ പേരിൽ ഒരുപാട് കൊലപാതകങ്ങളും അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു സ്വാമിയുടെ കാര്യത്തിൽ തന്നെ ഇദ്ദേഹം മരിച്ചതാണോ മരണപ്പെട്ടതാണോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ കൊന്നതാണോ എന്നൊന്നും ആർക്കും അറിയത്തില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കാര്യം പറയാൻ അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഇനി സ്വത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു അമ്പലത്തിൻ്റെ പേരിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളുടെയൊക്കെ പേരിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയതാണെങ്കിലോ ഒന്നും അറിയത്തില്ല. ഇതൊക്കെ മുമ്പിൽ കൊണ്ടുവരണമെങ്കിൽ ഇനിയിപ്പം ആ ഒരു കല്ലറ പൊളിച്ച് നീക്കി അതിനകത്തുള്ള കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരണം. പക്ഷേ ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയോളമായിട്ടുണ്ട്. ആ ഒരു ബോഡി ചീഞ്ഞ് അളിയേണ്ട സമയം ഏകദേശം ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ സത്യാവസ്ഥ. എന്തായാലും പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.